സാധാരണക്കാരുടെ വിനോദോപാധിയായിരുന്നു തിയേറ്ററുകൾ. സിംഗിൾ സ്ക്രീനുകൾ മൾട്ടിപ്ലക്സുകൾക്ക് വഴിമാറിയതോടെ സിനിമ കാണൽ ചിലവേറിയ ഒന്നായി. അതോടുകൂടി സാധാരണക്കാരും അവരുടെ കുടുംബങ്ങളും സിനിമാ തിയേറ്ററുകളിൽ നിന്ന് അകന്നു. 4-5 വർഷമായിട്ടുണ്ട്. കാരണം നമ്മൾ തന്നെ അന്ന് പച്ചവെള്ളം പോലും കയറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അന്ന് വെള്ളത്തിന് പോലും അന്ന് പുറത്ത് 15 രൂപ അല്ലെങ്കിൽ 20 രൂപ ഉള്ള സമയത്ത് അന്ന് അവിടെ 60 രൂപ 70 രൂപ വെള്ളത്തിന് വാങ്ങുമായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്ന് അവിടെ തർക്കം ഉണ്ടാക്കിയതാണ് ഒരു തിയേറ്ററിൻ്റെ അത്. ഇതിനെതിരെ എതിർത്ത് ഇത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ചെയർമാനാണ് 20 വർഷമായിട്ട് ഒരു ജനപ്രതിയായിരുന്നു എന്നൊരു ബോധ്യം വന്നതുകൊണ്ട് എനിക്ക് അത് കയറ്റാനുള്ള അവസരം കിട്ടിയത്. സിനിമ കാണാനായി 2.5-3 മണിക്കൂർ ചെലവിടുന്ന മൾട്ടിപ്ലക്സുകളിൽ കുടിവെള്ളം പോലും കൊണ്ടുവരാൻ കഴിയില്ല. സിനിമ കാണുന്നതിനിടയിൽ വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ ഭക്ഷണവും വെള്ളവും വാങ്ങിച്ച് കഴിക്കണം. നമ്മുടെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ തന്നെ മൾട്ടിപ്ലക്സുകൾ വ്യാപകമായി കഴിഞ്ഞു. ഒരു 3 അംഗ കുടുംബത്തിന് ഒരു സിനിമ കാണണമെങ്കിൽ എത്ര രൂപ ചെലവാകും? നമുക്ക് പരിശോധിക്കാം. കൊച്ചി നഗരത്തിലെ മൾട്ടിപ്ലക്സിൽ വൈകിട്ട് 5:40 ഷോയ്ക്ക് 3 ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 4 റേറ്റുകളാണുള്ളത്: 150, 190, 210, 480. അതിൽ 190ൻ്റെ 3 ടിക്കറ്റ് എടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 2.5-3 മണിക്കൂർ ചിലവിടുന്ന സ്ഥലമാണ്. പുറത്തു നിന്ന് ഭക്ഷണം കൊണ്ടുപോകാനും കഴിയില്ല. അപ്പോൾ നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കുകയാണ് വഴിയുള്ളൂ. അപ്പോൾ ഓൺലൈനായി തന്നെ നമുക്ക് ഭക്ഷണവും സോഫ്റ്റ് ഡ്രിങ്ക്സും ബുക്ക് ചെയ്യാം. നമുക്ക് പോപ്കോൺ റെഗുലർ 2 എണ്ണം ബുക്ക് ചെയ്യാം, പിന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. ഇപ്പോൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഏകദേശം 1530 രൂപയാണ്. ടിക്കറ്റ് നിരക്ക് 570 രൂപ. പോപ്കോൺ എന്ന് പറയുന്നത് 80 ഗ്രാം മാത്രമാണ്. 80 ഗ്രാം പോപ്കോണിനാണ് 300 രൂപ അവർ ഈടാക്കുന്നത്. അത് 80 ഗ്രാം പോപ്കോണിന് പുറത്ത് എത്ര രൂപയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതോടൊപ്പം തന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്കിന് 360 രൂപയും. അങ്ങനെ 1530 രൂപയാണ് ടോട്ടൽ വരുന്നത്. ഇനി നമ്മൾ വിശന്നും ദാഹിച്ചും ഇരുന്ന് സിനിമ കാണുകയാണെങ്കിൽ 570 രൂപ ചിലവാകുകയും ചെയ്യും. ഈ നിരക്കിൽ എത്ര സിനിമകൾ ഒരു കുടുംബത്തിന് ഒരു മാസം കാണാൻ കഴിയും? ഇനി ഒരു മാസം തന്നെ ഒരു സിനിമ ഒരു കുടുംബത്തിന് കാണാൻ കഴിയുമോ എന്നുള്ളതും സംശയമാണ്. കാരണം നമ്മുടെ ദിവസക്കൂലി വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാർക്ക് പരമാവധി 1000 രൂപയായിരിക്കും കിട്ടുന്നത്. 1000 രൂപ കൂടുതലാണ് ഒരു കുടുംബത്തിന് ഒരു സിനിമ കാണാൻ ചിലവാക്കേണ്ടി വരുന്നത്. സാധാരണ ഒരു കൽപ്പണിയോ മരപ്പണിക്കോ പോകുന്ന ഒരാൾ ഒരു 600-700 രൂപ കൂലി കിട്ടുന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന 4 കുട്ടികളെ കൊണ്ട് സിനിമക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു പോപ്കോണിന് 250 രൂപ കൊടുക്കണം. അത് അതിൻ്റെ ഫ്ലേവർ മാറുന്ന അനുസരിച്ചിട്ട് 600-700 രൂപ വരെ വാങ്ങിയാണ്. 50 രൂപക്ക് ഉത്സവപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു പോപ്കോൺ അത് 2 കവറിലാക്കി അവിടെ കൊടുക്കണം 250 രൂപ വെച്ചിട്ടാണ്. അപ്പം 500 രൂപയാണ്, അതിന് 10 ഇരട്ടിയാണ്. അപ്പം ഈ നമ്മുടെ പോലത്തെ സാധാരണ ഇവിടുത്തെ മനുഷ്യർ സാധാരണക്കാരൻ അവിടെ ചെല്ലുമ്പോൾ ഇല്ലാത്ത പൈസ ഒപ്പിച്ചായിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നത്. സിനിമാ മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ച് പല സംഘടനകളും പരാതി പറയുന്നുണ്ട്. എന്നാൽ ഒരു സാധാരണ പ്രേക്ഷകന് സിനിമ കാണാൻ ചെലവാക്കേണ്ടി വരുന്ന തുകയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അവനുണ്ടാക്കുന്ന ഭാരത്തെക്കുറിച്ച് ആരും വേവലാതിപ്പെടുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് സിനിമ ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നത്. ടിക്കറ്റ് നിരക്ക് ഏകീകരിച്ചാൽ മാത്രം പോരാ, മൾട്ടിപ്ലക്സുകളിലെ ഭക്ഷ്യവസ്തുക്കളുടെ നിരക്കും നിയന്ത്രിക്കണം. അങ്ങനെയെങ്കിൽ പ്രേക്ഷകർ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തും. ശരത് തമ്പാട്ടുകാവിനും വിജേഷ് പുതുവശ്ശേരിക്കുമൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.